വിവാഹം കഴിഞ്ഞുള്ള മധുവിധു നാളുകളിൽ നവദമ്പതികൾ കൈകോർത്ത് നടക്കുന്ന മനോഹരമായ കാഴ്ച എല്ലാവരിലും അസൂയ ഉണ്ടാക്കുന്നതാണല്ലേ. കല്യാണത്തിന് മുൻപേ പലരും ഹണിമൂൺ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യും. ഇക്കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളും മലേഷ്യയും സിംഗപ്പൂരും അല്ലെങ്കിൽ മണാലിയുമൊക്കെയാണ് പലരും ഹണിമൂണിനായി തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശികളായ നവദമ്പതികൾ മധുവിധു ആഘോഷിക്കാൻ പോയത് മേഘാലയയിലാണ്. അവിടെ വെച്ച് രാജാ രഘുവംശിക്കും ഭാര്യ സോനത്തിനും നേരെ അജ്ഞാത സംഘത്തിൻ്റെ ആക്രമണമുണ്ടാകുന്നു. കവർച്ചാശ്രമത്തിനിടെ അക്രമി സംഘം വടിവാൾ ഉപയോഗിച്ച് യുവാവിനെ കൊലപ്പെടുത്തി. ഭാര്യയെ അബോധാവസ്ഥയിൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് അതൊരു കൊട്ടേഷൻ കൊലപാതകമെന്ന് തെളിഞ്ഞത്. ഭർത്താവിനെ കൊലപ്പെടുത്താൻ സോനം എന്തിനാണ് കൊട്ടേഷൻ നൽകിയത്? വിവാഹം കഴിഞ്ഞ് 7ാം നാൾ നടന്ന കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ട്? ഇതോടൊപ്പം തിരുവനന്തപുരം വർക്കലയിൽ ഭാര്യയുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന് സംശയിച്ച് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മധ്യപ്രദേശ് ഇൻഡോറിലെ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട രാജാ രഘുവംശിയും സുന്ദരിയായ സോനവും തമ്മിലുള്ള വിവാഹം നടന്നത് ഒരാഴ്ച മുൻപാണ്. സോനത്തിൻ്റെ പ്രണയത്തെ എതിർത്ത വീട്ടുകാർ നിർബന്ധിച്ചാണ് ബിസിനസ്സുകാരനായ യുവാവുമായി അവളുടെ വിവാഹം നടത്തിയത്. കല്യാണം കഴിഞ്ഞുള്ള 7ാം നാൾ ഇരുവരും മേഘാലയയിൽ മധുവിധു ആഘോഷിക്കാൻ പോയി. അവിടെ വെച്ച് കവർച്ചാ സംഘത്തിൻ്റെ ആക്രമണത്തിൽ നവവരൻ കൊല്ലപ്പെടുന്നു. ഭാര്യയെ അബോധാവസ്ഥയിൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊലയാളി സംഘത്തിൽപ്പെട്ടവരെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് കേസിൽ വൻ വഴിത്തിരിവുണ്ടായത്. ഭാര്യ കൊടുത്ത കൊട്ടേഷനാണ് യുവാവിൻ്റെ ജീവനെടുത്തത്. കേസിൽ ഇൻഡോർ സ്വദേശിനി സോനത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ കാമുകനും കേസിൽ പങ്കുണ്ടെന്നാണ് സൂചന. മേഘാലയയിൽ മധുവിധു ആഘോഷിക്കാൻ പോയി കാണാതായ ദമ്പതികളിൽ ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ഭർത്താവ് രാജാ രഘുവംശിയെ കൊലപ്പെടുത്താൻ സോനം കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇക്കാര്യം മേഘാലയ DGP ഇതാശിഷ നോങ്റോങ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ യാത്രയുടെ ഉദ്ദേശം തന്നെ രാജയെ ഇല്ലാതാക്കുക എന്നായിരുന്നെന്നും പോലീസ് അറിയിച്ചു. എന്തിനാണ് സോനം ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. അക്കാര്യത്തിൽ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സോനത്തിന് വിവാഹേതര ബന്ധമുള്ളതായി സംശയിക്കുന്നുവെന്നും അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ മനസ്സിലായതെന്നും പോലീസ് അറിയിച്ചു. പത്തൊമ്പതുകാരൻ ആകാശ് രാജ്പുത്, 22കാരൻ വിശാൽ സിംഗ് ചൗഹാൻ, 21കാരൻ രാജ് സിംഗ് കുശാവഹ എന്നിവരാണ് സോനത്തിന് പുറമെ കേസിൽ അറസ്റ്റിലായത്. ഭർത്താവിനെ കൊല്ലാൻ സോനം തങ്ങൾക്ക് കൊട്ടേഷൻ നൽകിയതാണെന്ന് പ്രതികൾ സമ്മതിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ രാജ് സിംഗ് കുശാവഹ എന്നയാൾ സോനമിന്റെ അച്ഛന്റെ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനാണ്. ഇതോടെ ഇവർ തമ്മിലെ അടുപ്പമാണോ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് അന്വേഷണം. രാജാ രഘുവംശിയുടെ സഹോദരൻ വിപുൽ രഘുവംശിയും ഇക്കാര്യം ഊന്നുന്നുണ്ട്. രാജ് കുശാവഹയ്ക്ക് പങ്കുണ്ടെങ്കിൽ സോനത്തിനും പങ്കുണ്ടാകും എന്നാണ് സഹോദരന്റെ മൊഴി. हो सकता है इसमें कुछ इन्वॉल्व हो सकता है सोनम का भी, और ये भी कंफर्म नहीं हुआ फिलहाल अभी. तो शिलोंग पुलिस तो वहाँ पे शिलोंग पुलिस के जो अपने मेघालय CM साहब जो है वो तो ये भी कहते थे तो 24 घंटे पुलिस काम कर रही है. बाकी 24 घंटे पुलिस काम करते हमको कहीं दिखी नहीं है. हम लोग जब वहाँ पे SP साहब को फ़ोन लगाते थे विवेक सिंह जी को, तो हमारा फ़ोन उठाते नहीं थे वो करीब हमने उनसे 4 दिन से बात भी नहीं करी अभी तक. कंटिन्यू फ़ोन लगाते रहे उन लोगों को, उनका फ़ोन स्विच ऑफ आ रहा था, कह रहा है छुट्टी पे. तो हम लोग को इसमें थोड़ा डाउट है, तो छुट्टी पे इतना केस में सब छुट्टी पे चल रहा है कभी, तो इसलिए हम लोग उन पर भरोसा कर सकते नहीं फिलहाल अभी, जब तक सोनम मुझसे कबूल नहीं कर ले. ശനിയാഴ്ച രാത്രി ഗാസിപ്പൂരിലെ ഒരു ദാബയിൽ നിന്നാണ് സോനത്തെ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത്. ചികിത്സയ്ക്കായി ഗാസിപ്പൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട സോനം പിന്നീട് പോലീസിന് മുന്നിൽ ഹാജരാവുകയായിരുന്നു. തുടർന്ന് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ മെയ് 23-നാണ് രാജാ രഘുവംശിയും സോനവും മധുവിധു ആഘോഷിക്കാൻ പോയത്. ഇവരെ പിന്നീട് കാണാതായി. ജൂൺ 2-ന് രാജയുടെ മൃതദേഹം കണ്ടെടുത്തു. സോനത്തിന് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയ പോലീസ് ശനിയാഴ്ച ഇവരെ ഗാസിപ്പൂരിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു.
രാജാ രഘുവംശിയെ വടിവാൾ ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയത്. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തുനിന്ന് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വടിവാൾ കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. രാജാ രഘുവംശിയുടെ മൃതദേഹം സഹോദരൻ വിപുൽ രഘുവംശിയാണ് തിരിച്ചറിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ദാമ്പത്യ ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം വിവാഹേതര ബന്ധങ്ങളും സംശയവുമാണ്. ഇവിടെ ഇരകളാകപ്പെടുന്നത് പലപ്പോഴും രണ്ട് കുടുംബങ്ങളായിരിക്കും. തിരുവനന്തപുരം വർക്കലയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് ഭാര്യയുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ്. വർക്കല സ്വദേശി വിഷ്ണുരാജിനെ സംഘം ചേർന്ന് ആക്രമിച്ച കേസിൽ 3 പേരെ അയിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മർദ്ദനമേറ്റ വിഷ്ണുവിൻ്റെ സഹപ്രവർത്തകരാണ് പിടിയിലായ 3 പേര്. വർക്കല ഓടയം സ്വദേശി ഗിരീഷ്, വെൺകുളം സ്വദേശി വീരപ്പൻ ജിത്തു എന്ന് വിളിക്കുന്ന അനീഷ്, പരവൂർ പുതുക്കുളം സ്വദേശി ദീപക് എന്ന് വിളിക്കുന്ന സുബീഷ് എന്നിവരാണ് അയിരൂർ പോലീസിന്റെ പിടിയിലായത്. പ്രതികളിൽ ഒരാളും വിഷ്ണുരാജും ഒരുമിച്ചാണ് വെൽഡിംഗ് ജോലിക്ക് പോയിരുന്നത്. തന്റെ ഭാര്യയുമായി വിഷ്ണുരാജ് അടുത്തുവന്ന സംശയമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. പ്രതികൾ 3 ചേർന്ന് വളരെ ആസൂത്രിതമായി വിഷ്ണുരാജുമായി ചേർന്ന് മദ്യപിക്കുകയായിരുന്നു. തുടർന്ന് സുഹൃത്തായ പരവൂർ സ്വദേശി ദീപകിന്റെ വീട്ടിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് കേസിലെ 1ഉം 2ഉം പ്രതികൾ ചേർന്ന് തന്ത്രപൂർവ്വം വിഷ്ണുരാജിനെ അവിടേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ച് വിഷ്ണുരാജിനെ 3 ചേർന്ന് മർദ്ദിച്ച് അവശനാക്കുകയും വെട്ടുകത്തിയുടെ പുറം കൊണ്ട് കൈമുട്ടിന് മുകളിലും മുതുകിലും കാൽമുട്ടിലും മർദ്ദിക്കുകയുമായിരുന്നു. മൊബൈൽ ഫോണും 2800 രൂപയും പ്രതികൾ അപഹരിക്കുകയും ചെയ്തു. അയിരൂർ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. മോഡലും കൊറിയോഗ്രാഫറുമായ കോഴിക്കോട് സ്വദേശി ഫാഹിദിന് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഒട്ടേറെ ആരാധകരുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ 11,000-ലധികം ഫോളോവേഴ്സ്. മോഡൽ, ആക്ടർ, ഡാൻസർ, കൊറിയോഗ്രാഫർ എന്നിങ്ങനെയാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. പുറമേ കണ്ടാൽ മാന്യനാണെന്ന് തോന്നുന്ന ഫാഹിദിൻ്റെ തനി സ്വഭാവം എന്താണെന്നറിയണ്ടേ? ഇൻസ്റ്റഗ്രാമിലൂടെ പെൺകുട്ടികളെ കെണിയിൽ വീഴ്ത്തി പീഡിപ്പിക്കുകയും പണം തട്ടുകയും ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. ഇങ്ങനെ ഒട്ടേറെ യുവതികളുടെ ജീവിതം അയാൾ തകർത്തിട്ടുണ്ട്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ IT ജീവനക്കാരിയുടെ പരാതിയിൽ അറസ്റ്റിലായപ്പോഴാണ് ഫാഹിദിനെക്കുറിച്ചുള്ള കഥകൾ പുറത്തു വന്നത്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ IT ജീവനക്കാരി നൽകിയ പരാതിയിലാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ പെൺകുട്ടികളെ കെണിയിൽ വീഴ്ത്തുന്ന യുവാവ് പിടിയിലായത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിലാണ് മോഡലിംഗ് കൊറിയോഗ്രാഫറായ കോഴിക്കോട് സ്വദേശി ഫാഹിദിനെ കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി യുവതികളെ പല സ്ഥലങ്ങളിലായി എത്തിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തതായി ഇയാൾ സമ്മതിച്ചെന്ന് പോലീസ് പറയുന്നു. കെണിയിൽ വീഴ്ത്തി പീഡിപ്പിച്ച ശേഷം ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും തട്ടിയെടുക്കുന്നതാണ് ഇയാളുടെ രീതിയെന്നും പോലീസ് വ്യക്തമാക്കി. ഇൻസ്റ്റഗ്രാമിൽ 11,000-ലധികം ഫോളോവേഴ്സാണ് 27-കാരനായ ഫാഹിദിനുള്ളത്. മോഡൽ, ആക്ടർ, ഡാൻസർ, കൊറിയോഗ്രാഫർ എന്നീ നിലകളിലായിരുന്നു ഇയാൾ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയപ്പെട്ടിരുന്നത്. പരിശോധനയിൽ പ്രതിയുടെ ഫോണിൽ നിന്ന് നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങളും വാട്സാപ്പ് സന്ദേശങ്ങളും പോലീസ് കണ്ടെടുത്തു. ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇയാൾ യുവതികളുമായി അടുപ്പം സ്ഥാപിച്ചിരുന്നത്. സൗഹൃദം വളർത്തി പ്രണയത്തിലെത്തിക്കുന്നതിലൂടെ വിവാഹ വാഗ്ദാനം നൽകി പീഡനത്തിനിരയാക്കും. യുവാവിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ നടപടിയിലേക്ക് കടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. കഴക്കൂട്ടം SHO പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോഴിക്കോട് നിന്ന് ഫാഹിദിനെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ ഗുണ്ടാ മീറ്റപ്പുകളും പാർട്ടികളും ഒക്കെ പതിവായി നടക്കാറുള്ളതാണ്. എന്നാൽ 2 ചേരിയിലുള്ള ഗുണ്ടാ സംഘങ്ങൾ ഒരുമിച്ചൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അത്യപൂർവമാണ്. ഇങ്ങനെ നേരിൽ കണ്ടാൽ കൊമ്പ് കോർക്കുന്നവരാണ് തമ്മനം ഫൈസലിൻ്റെയും ഭായ് നസീറിൻ്റെയും ഗ്യാങ്ങുകൾ. കൊച്ചിയെ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്ന ഈ ഗുണ്ടാ തലവന്മാർ ഇടയ്ക്ക് കളത്തിലിറങ്ങാറുണ്ട്. കഴിഞ്ഞ ദിവസം
കൊച്ചി മരടിൽ ഒരു സ്വകാര്യ പരിപാടിക്കിടെ ഫൈസലിൻ്റെയും നസീറിൻ്റെയും ആളുകൾ തമ്മിൽ ചെറിയ കയ്യാങ്കളി ഉണ്ടായി. ഭായ് നസീറിൻ്റെ സംഘത്തിൽപ്പെട്ട ചോക്ലേറ്റ് ബിനുവിനെ ഫൈസൽ മർദ്ദിച്ചതിൽ തുടങ്ങിയ പ്രശ്നം അപ്പോൾ തന്നെ പറഞ്ഞു തീർത്തതുമാണ്. ആ ഏറ്റുമുട്ടലിൽ ആർക്കും പരാതിയില്ലെങ്കിലും പോലീസ് സ്വമേധയാ കേസെടുത്തു. തമ്മനം ഫൈസൽ, ഭായ് നസീർ ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് കേസ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് കൊച്ചിയിൽ ഗുണ്ടാത്തലവന്മാർ സ്വകാര്യ ചടങ്ങിനിടെ പരസ്യമായി ഏറ്റുമുട്ടിയെന്ന വാർത്ത പുറത്തുവന്നത്. 30ഓളം കേസുകളിൽ പ്രതിയായ തമ്മനം ഫൈസലും കുപ്രസിദ്ധ കുറ്റവാളി ഓം പ്രകാശുമായി ബന്ധമുള്ള ചോക്ലേറ്റ് ബിനുവുമാണ് ഏറ്റുമുട്ടിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മരട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട തൈക്കുടം സെന്റ് റാഫേൽ പള്ളിക്ക് സമീപം ഓഡിറ്റോറിയത്തിലായിരുന്നു സംഭവം. സുഹൃത്തായ തൈക്കുടം സ്വദേശിയുടെ ക്ഷണപ്രകാരം മാമോദീസ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇരുവരും. തന്നെപ്പറ്റി അപവാദം പറഞ്ഞു നടക്കുന്നതായി ആരോപിച്ച് ചോക്ലേറ്റ് ബിനുവിനെ ഫൈസൽ ചോദ്യം ചെയ്തെന്നും തുടർന്നുണ്ടായ വാക്കേറ്റമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചതുമെന്നാണ് വിവരം. തർക്കം രൂക്ഷമായതോടെ ബിനുവിനെ പിടിച്ചു തള്ളുകയും അടിക്കുകയും ചെയ്തു. ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നവർ ഇടപെട്ടത് കൂടുതൽ സംഘർഷം ഒഴിവാക്കി. പിന്നീട് 2 കൂട്ടരും കാറിൽ കയറി രക്ഷപ്പെട്ടു. പരാതിയില്ലാത്തതിനാൽ ആദ്യം പോലീസ് കേസെടുത്തിരുന്നില്ല. സംഭവം വിവാദമായതോടെ വൈകിട്ട് മരട് പോലീസ് എത്തി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. സംഘർഷത്തിന് ശേഷം തമ്മനം ഫൈസലും ഭായ് നസീറും ഉൾപ്പെടുന്ന 10 അംഗ സംഘം കാറുകളിൽ പോകുന്നത് ദൃശ്യങ്ങളിലുമുണ്ട്. ഫൈസലിനെയും നസീറിനെയും കണ്ടാലറിയാവുന്ന 8 പേരെയും പ്രതിയാക്കി പോലീസ് സ്വമേധയാ കേസെടുത്തു. ക്രമസമാധാന ലംഘനമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചതിനാണ് കേസ്. കാപ്പ ചുമത്താൻ തുടങ്ങിയതോടെ ഗുണ്ടാ സംഘങ്ങൾ പരസ്യമായി ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കിയിരുന്നു. ഇതിനിടെയാണ് തൈക്കുടത്തെ സംഭവം. ഓം പ്രകാശിന് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നടന്ന പാർട്ടിയിൽ രാസലഹരി കൈമാറിയതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ആളാണ് ചോക്ലേറ്റ് ബിനു. നിരവധി കേസുകളിൽ പ്രതിയായ തമ്മനം ഫൈസലിന്റെ ആലുവയിലെ വീട്ടിലെ വിവാഹ സൽക്കാരത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പങ്കെടുത്തത് വിവാദമായത് മാസങ്ങൾക്ക് മുൻപാണ്. ന്യൂസ് 18 കൊച്ചി. കൊച്ചി പഴയ കൊച്ചി തന്നെയാണ്. ഗുണ്ട ആക്രമണവും സംഘർഷവുമൊക്കെ ഇടയ്ക്കിവിടെ നടക്കാറുണ്ട്. പൊതുനിരത്തിലും ബാറുകളിലും ആക്രമണങ്ങൾ പതിവ്. മട്ടാഞ്ചേരിയിൽ ബാറിൽ സംഘർഷമുണ്ടായതാണ് ഒടുവിലത്തെ സംഭവം. ബാറിൽ മദ്യപിക്കാനെത്തിയ ക്രിമിനൽ കേസ് പ്രതി മുവാദും സംഘവും ചേർന്ന് ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. ബാർ ജീവനക്കാരനായ പാലക്കാട് സ്വദേശി ശിവദാസന് ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റു. കേസിൽ ഗുണ്ടാ നേതാവ് മുവാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ സംഘത്തിലുണ്ടായിരുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാണ്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ബാർ ജീവനക്കാരനുമായുള്ള വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ജീവനക്കാരനെ ആദ്യം മർദ്ദിക്കുകയും പിന്നീട് മദ്യക്കുപ്പി ഉപയോഗിച്ച് തലക്കടിക്കുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ പാലക്കാട് സ്വദേശി ശിവദാസൻ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മുവാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സുഹൃത്തുക്കൾക്കൊപ്പമാണ് മുവാദ് ഇന്നലെ ബാറിലെത്തിയത്. ജീവനക്കാരനെ മർദ്ദിക്കുന്നതിൽ നിന്നും സുഹൃത്തുക്കൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അമിത മദ്യലഹരിയിലായിരുന്ന മുവാദ് മർദ്ദനം തുടരുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ മാന്നാറിൽ ഒരു യുവാവിനെ ബൈക്കിൽ റോഡിലൂടെ വലിച്ചിഴയ്ക്കുന്ന കാഴ്ച മനസ്സാക്ഷിയുള്ളവരുടെ ഉള്ളുലയ്ക്കും.
സൂപ്പർ മാർക്കറ്റിലെ വനിതാ ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്ത ജീവനക്കാരനെയാണ് യുവാവ് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. എന്നാൽ ധൈര്യപൂർവ്വം അക്രമിയെ നേരിട്ട കുട്ടമ്പേരൂർ സ്വദേശി ലിഥിൻ പ്രതിയെ പിടികൂടി പോലീസിന് കൈമാറി. സംഭവത്തിൽ തലവടി സ്വദേശി ബൈജുവിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേഹമാസകലം പരിക്കേറ്റ ലിഥിനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് മദ്യപിച്ചെത്തി സൂപ്പർമാർക്കറ്റിലെ വനിതാ ജീവനക്കാരികളോട് ബൈജു അപമര്യാദയായി പെരുമാറിയത്. ബ്ലീച്ചിംഗ് പൗഡർ അന്വേഷിച്ചെത്തിയ ഇയാൾ കടയിൽ നിന്ന് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ വനിതാ ജീവനക്കാരിയുടെ ശരീരത്തിൽ തട്ടുകയായിരുന്നു. ജീവനക്കാരി ശബ്ദമുയർത്തി ചോദ്യം ചെയ്തതോടെ ബൈജു കടയ്ക്ക് പുറത്തേക്കിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇത് കണ്ട സഹജീവനക്കാരനായ ലിഥിൻ പുറത്തേക്കിറങ്ങി ഇയാളുടെ വാഹനം തടയാൻ ശ്രമിച്ചു. തുടർന്ന് ബൈജു ഇരുചക്ര വാഹനം മുന്നോട്ടടിക്കുകയും ലിഥിനെ 50 മീറ്ററോളം റോഡിലൂടെ വലിച്ചിഴയ്ക്കുകയുമായിരുന്നു. മാന്നാർ തൃക്കരട്ടി ജംഗ്ഷന് സമീപത്തെ തിരക്കേറിയ റോഡിലായിരുന്നു സംഭവം. റോഡിലൂടെ വലിച്ചിഴച്ചെങ്കിലും സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ അതിസാഹസികമായി ലിഥിൻ തന്നെ യുവാവിനെ ഒടുവിൽ കീഴടക്കി. തൃക്കരട്ടി ജംഗ്ഷനിലെ ഹമ്പിൽ ബൈക്ക് വേഗം കുറച്ചപ്പോൾ ലിഥിൻ ചാടി എഴുന്നേറ്റ് ബൈക്കിന്റെ താക്കോൽ ഊരിയെടുക്കുകയും പിടികൂടുകയുമായിരുന്നു. തുടർന്ന് മറ്റ് ജീവനക്കാരെത്തി ബൈജുവിനെ സൂപ്പർ മാർക്കറ്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് പോലീസിനു കൈമാറി. ജീവനക്കാരുടെ മൊഴിയെടുത്ത് മാന്നാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ന്യൂസ് 18 ആലപ്പുഴ. 4 പെൺമക്കളുള്ള ഒരു അച്ഛൻ അവരെ ഈ നാട്ടിൽ വളർത്തിയെടുക്കാൻ പെടുന്ന പാട് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായും അല്പം ചങ്കൂറ്റത്തോടെ സ്വന്തം കാലിൽ നിൽക്കാനായി അവരുടെ അച്ഛൻ അവരെ പഠിപ്പിക്കും. നടൻ കൃഷ്ണകുമാറും അത്രേ ചെയ്തുള്ളൂ. പല രീതിയിൽ വിമർശനം ഉയർത്തുമ്പോഴും ആ കുടുംബത്തെ കണ്ട് അസൂയപ്പെടാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ? എന്നാൽ സ്വന്തം മകളുടെ സ്ഥാപനത്തിലുണ്ടായ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കൃഷ്ണകുമാർ ഇപ്പോൾ കേൾക്കാത്ത പടിയൊന്നുമില്ല. പെൺമക്കളെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു പിതാവ് യുവതികളോട് മോശമായി പെരുമാറുമെന്ന് സാധാരണ ഒരു മലയാളിയും വിശ്വസിക്കില്ല. എന്നാൽ പോലീസ് ആ ജീവനക്കാരുടെ മൊഴി വിശ്വസിച്ച് കൃഷ്ണകുമാറിനെ കേസിൽ കുടുക്കുകയാണോ? നടൻ കൃഷ്ണകുമാറിനെതിരായ കേസിൽ നിജസ്ഥിതി ബോധ്യപ്പെടാൻ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ദിയ കൃഷ്ണയുടെ കവടിയാറിലെ ബൊട്ടീക്കിൽ പരിശോധന നടത്തി സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കൈവശപ്പെടുത്തിയതിന് പിന്നാലെയാണ് സ്ഥാപനത്തിന്റെ പേരിലുള്ള പേരൂർക്കടയിലെ സ്വകാര്യ ബാങ്കിൽ നിന്ന് അന്വേഷണ സംഘം 2024 മുതലുള്ള അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് ശേഖരിച്ചത്. തുടർന്ന് ആരോപണ വിധേയരുടെ പേരിലുള്ള വലിയ തുറയിലെ SBI ബ്രാഞ്ചിലെ അക്കൌണ്ട് വിവരങ്ങളും പോലീസ് ശേഖരിച്ചതായാണ് സൂചന. 3 വനിതാ ജീവനക്കാരിൽ ഒരാളുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും മറ്റ് 2 പേരിൽ നിന്ന് മൊഴിയെടുക്കാൻ മ്യൂസിയം പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുമെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. 2024 ജൂലൈ മുതൽ സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി 69 ലക്ഷം രൂപ 3 ജീവനക്കാർ ചേർന്ന് തട്ടിയെടുത്തതായാണ് പരാതി. ഇത് വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. അതേസമയം തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി നടൻ കൃഷ്ണകുമാറിനെതിരെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കൌണ്ടർ കേസിൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായി CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. തുടർന്ന് കൃഷ്ണകുമാറിന്റെയും ദിയ കൃഷ്ണയുടെയും മൊഴി വീണ്ടും വിശദമായി രേഖപ്പെടുത്തിയേക്കും. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ മ്യൂസിയം CI ആണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രമുഖ നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസിന് നേരെ വധഭീഷണി ഉണ്ടായിട്ടും
പോലീസ് എന്തുകൊണ്ടാണ് ഇതുവരെയും നടപടി സ്വീകരിക്കാത്തത്? പ്രൊഡക്ഷൻ കൺട്രോളറും ഫെഫ്ക അംഗവുമായ റെനി ജോസഫിനെ ആരാണ് സംരക്ഷിക്കുന്നത്? തനിക്കെതിരെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ പോലീസ് നടപടിയെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് സാന്ദ്ര തോമസ് പരാതി നൽകി. കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പാലാരിവട്ടം SHO അടക്കമുള്ളവർക്കെതിരെ നടപടി വേണമെന്നും തൻ്റെ പരാതി അന്വേഷിക്കാൻ പുതിയ സംഘത്തെ നിയമിക്കണമെന്നുമാണ് സാന്ദ്രയുടെ ആവശ്യം. ഫെഫ്ക അംഗമായ റെനി ജോസഫ് വധഭീഷണി മുഴക്കിയെന്ന പരാതിയിൽ പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സാന്ദ്ര തോമസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. മാർച്ചിലായിരുന്നു സാന്ദ്ര പോലീസിൽ പരാതി നൽകിയത്. 2 മാസം പിന്നിട്ടിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് സാന്ദ്ര ആരോപിക്കുന്നു. പാലാരിവട്ടം SHOയ്ക്കെതിരെയും സാന്ദ്ര പരാതി ഉന്നയിക്കുന്നുണ്ട്. പ്രതികൾ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം പാലാരിവട്ടം SHO ഒരുക്കിക്കൊടുത്തുവെന്നും SHO അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും തന്റെ പരാതി അന്വേഷിക്കാൻ മറ്റൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നും സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടു. ബി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ഫെഫ്കയിലെ ചില അംഗങ്ങൾ ഗുണ്ടകളെപ്പോലെയാണ് പെരുമാറുന്നതെന്നും സാന്ദ്ര ആരോപിക്കുന്നു. ഈ പ്രസ്താവന വിവാദമായതോടെ സാന്ദ്രയ്ക്കെതിരെ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ സംഘടന മാനനഷ്ടത്തിന് കേസ് നൽകി. 50 ലക്ഷം രൂപയായിരുന്നു മാനനഷ്ടമായി ആവശ്യപ്പെട്ടത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട നടപടി പുരോഗമിക്കവെയാണ് പ്രൊഡക്ഷൻ കൺട്രോളറായ റെനി ജോസഫ് സാന്ദ്രയ്ക്കെതിരെ വധഭീഷണി മുഴക്കുന്നത്. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു. തുടർന്ന് റെനിയെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എന്നാൽ റെനിക്കെതിരായ നടപടി കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്നാണ് സാന്ദ്രയുടെ വാദം. ഭീഷണിയെക്കുറിച്ച് ഫെഫ്കയ്ക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നും സാന്ദ്ര പറയുന്നു. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം വേങ്ങരയിൽ ആളില്ലാത്ത വീടുകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തുന്ന പ്രതിയെ പിടികൂടിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ബംഗാളിൽ വിവാഹം ചെയ്ത് സെറ്റിലായ പ്രതി മോഷ്ടിക്കാൻ കേരളത്തിലെത്തും. മോഷ്ടിച്ച വസ്തുക്കളുമായി തിരികെ ബംഗാളിലെത്തി ഒരു വിഹിതം അവിടെ പാവപ്പെട്ടവർക്ക് നൽകുന്നതാണ് ഇയാളുടെ രീതി. ഖത്തറിൽ വലിയ സ്വർണ്ണ ബിസിനസ്സുകാരനെന്നാണ് ഇയാൾ ഭാര്യ വീട്ടിലും പരിസരത്തും പറഞ്ഞു വരുത്തിയിരുന്നത്. എന്തായാലും പ്രതിയെ വേങ്ങര പോലീസ് കൈയോടെ പിടികൂടിയിട്ടുണ്ട്. മൂവാറ്റുപുഴ പെഴക്കപ്പള്ളി സ്വദേശി നൌഫൽ എന്ന നൌഫൽ ഷെയ്ഖ് ഖത്തർ ഷെയ്ഖിനെയാണ് വേങ്ങര പോലീസ് പിടികൂടിയത്. മലപ്പുറം ഡിവൈഎസ്പി KM ബിജു, വേങ്ങര പോലീസ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ കക്കാട് വെച്ച് പിടികൂടി അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് ഇയാൾ മോഷണം നടത്തിയത്. വേങ്ങര ഇല്ലിപ്പിലാക്കലിലുള്ള ജംഷാദ് എന്നയാളുടെ ആളില്ലാത്ത വീട് കുത്തിപ്പൊളിച്ച് പണവും ആഡംബര വാച്ചും മോഷണം നടത്തി. കൊണ്ടോട്ടി, മഞ്ചേരി, അരീക്കോട്, മങ്കട, പെരിന്തൽമണ്ണ, താനൂർ എന്നീ സ്റ്റേഷനുകളിൽ നിരവധി കളവ് കേസുകളിൽ ഉൾപ്പെട്ട് റിമാൻഡിൽ കഴിഞ്ഞു വന്ന പ്രതി കഴിഞ്ഞ മാസം 15-ന് ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും മോഷണം നടത്തിയത്. പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് വളാഞ്ചേരി, കൊണ്ടോട്ടി, അരീക്കോട് എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീടുകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയതായി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് വിവാഹം ചെയ്ത പ്രതി അവിടെ സ്ഥിരതാമസമാക്കിയ ശേഷം കേരളത്തിൽ വന്ന് മോഷണം നടത്തിയാണ് ജീവിക്കാനുള്ള വക കണ്ടെത്തുന്നത്. മോഷ്ടിച്ചെടുക്കുന്ന പണവും സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും ബംഗാളിൽ വിൽപ്പന നടത്തി ആഡംബര ജീവിതം നയിക്കുകയാണ് പ്രതി. ബംഗാളിലെ നാട്ടുകാരെ പ്രതി ഖത്തറിൽ സ്വർണ്ണ ബിസിനസ്സുകാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. മോഷണം നടത്തി ലഭിക്കുന്ന പണത്തിൽ നിന്ന് ഒരു പങ്ക് നാട്ടിലുള്ള രോഗികളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് പതിവ്. ന്യൂസ് 18 തിരൂർ. മലപ്പുറം ജില്ലയിൽ വീണ്ടും മുഖംമൂടി ധരിച്ച കവർച്ചാ സംഘം സജീവമാകുന്നു. മാരകായുധങ്ങളുമായി വീടുകൾക്ക് ചുറ്റും കറങ്ങി നടക്കുന്ന മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പകൽ വീടുകൾ നിരീക്ഷിച്ച് രാത്രികാലങ്ങളിൽ കവർച്ചയ്ക്ക് ഇറങ്ങുന്നതാണ് ഇവരുടെ രീതി. തിരൂർ തൃക്കണ്ടിയൂർ മേഖലയിൽ മോഷണം പതിവായതോടെ നാട്ടുകാരും ആശങ്കയിലാണ്. തൃക്കണ്ടിയൂരിൽ ആധാരമെഴുത്തുകാരനായ വെളിയമ്പാട്ട് ശിവശങ്കരൻ നായരുടെ വീട് കുത്തി തുറന്ന്
4.5 ലക്ഷം രൂപ കൊള്ളയടിച്ചിരുന്നു. ഈ കേസിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് CCTVയിൽ പതിഞ്ഞ അതേ കവർച്ചക്കാർ തന്നെയാണ് വീണ്ടും എത്തിയതെന്നാണ് സംശയം. കഴിഞ്ഞ ദിവസവും അർദ്ധരാത്രിയോടെ 2 പേർ മുഖം മൂടിയും മാരകായുധങ്ങളുമായി 5 വീടുകളിലെത്തി. മാധവൻ, രാമകൃഷ്ണൻ, കോമളം എന്നിവരുടെ വീടിന്റെ മുൻപിലും ഇവർ എത്തിയതായി CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വ്യാഴാഴ്ച രാത്രി ഒരു 2:45 സംഭവം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരു 9:30 ആയപ്പോൾ തന്നെ തലവേദനയായപ്പോൾ ഞാൻ നേരത്തെ കിടന്നുണ്ടായിരുന്നു. ഗിൽസ് ഞാനാ പൂട്ടിയിട്ട് കിടന്നത്. പിള്ളേർക്ക് ഞാൻ വൈഫ് ടൈലർ ആയതുകൊണ്ട് ഒരു മണിയൊക്കെ 12:45 കിടന്നപ്പോൾ. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് നീച്ച് വന്ന് നോക്കുമ്പോൾ കൊലയിൽ ലേറ്റ് ഉണ്ട്, ഡോറൊക്കെ തുറന്നെടുക്കണേ. അപ്പോൾ ഞാൻ ഗിൽസ് നമുക്ക് നോക്കുമ്പോൾ ഗിൽസൊക്കെ തുറന്നെടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ മോനാണ് പൊട്ടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അവനെ വിളിച്ചു ഉണർത്തിയപ്പോൾ അവൻ പറഞ്ഞ് അല്ല ഞാനല്ല, പിന്നെ അത് അപ്പോൾ കള്ള വന്ന് തന്നെ അവന്ന് ഉറപ്പ് വരുത്തി. അപ്പോൾ പിന്നെ നേരം വെളുത്തപ്പോഴാണ് മറ്റുള്ളവർക്ക് നിന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് മറ്റുള്ളതൊക്കെ കയറിക്കണമെന്നുള്ളത് അറിഞ്ഞത്. അങ്ങനെയാണ് അറിയാൻ വേണ്ടി. കോരോത്തിൽ ഹംസക്കുട്ടിയുടെ വീടിന്റെ ഗ്രിൽ തകർത്ത് അകത്തു കടക്കുകയും കുട്ടികളുടെ സ്കൂൾ ബാഗിൽ നിന്ന് പണം എടുക്കുകയും ചെയ്തു. ഹംസക്കുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആരെങ്കിലും വീടുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയണ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. അപ്പോഴാണ് ഹംസക്കുട്ടിയൊക്കെ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടെന്ന് പറയുകയും ഞങ്ങളത് കാലത്ത് തന്നെ നമ്മളെ CIനെ വിളിച്ച് പറയുകയും അതുപോലെ DYSPനൊക്കെ ആയിട്ട് അവരെ സൈറ്റിലേക്ക് നമ്മൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ അയക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുകയും ചെയ്തു. രാത്രിയിൽ ജാഗ്രത പുലർത്താൻ തൃക്കണ്ടിയൂർ നിവാസികളോട് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. തൃക്കണ്ടിയൂർ റെസിഡൻസ് അസോസിയേഷൻ രാത്രികാല പെട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി DYSP അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. മംഗളൂരുവിലെ ബജ്രംഗ് ദൾ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിൽ NIA അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കിയത്. മെയ് 1-നാണ് മംഗളൂരുവിലെ ബജ്പേയിൽ സംഘം ചേർന്ന് സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ 11 പ്രതികളെയും NIA വിശദമായി ചോദ്യം ചെയ്യും. കർണാടകയിലെ മുൻ ബജ്രംഗ് ദൾ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിൽ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കിയത്. കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. സംഭവത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം ഉയരുന്നതിനിടെയാണ് അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയത്. കേസിൽ 11 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഇവരെ NIA കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. മെയ് 1-ന് സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ 2 വാഹനങ്ങളിലായി എത്തിയ സംഘം മംഗളൂരുവിന് സമീപം ബജ്പേയിൽ കാറ് തടഞ്ഞു നിർത്തിയാണ് സുഹാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ സുഹാസ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. കൊലപാതകത്തെ തുടർന്ന് പ്രദേശത്ത് വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ആസൂത്രിതമായ കൊലപാതകമാണെന്ന് ബജ്രംഗ് ദൾ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ആരോപിച്ചിരുന്നു. 2 കൊലപാതകം ഉൾപ്പെടെ 5 കേസുകളിലെ പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട സുഹാസ് ഷെട്ടി. 2022-ൽ 23-കാരനായ മുഹമ്മദ് ഫാസിലിനെ കൊലപ്പെടുത്തിയ സംഘത്തിലെ പ്രധാനിയാണ് സുഹാസ് ഷെട്ടി. ന്യൂസ് 18 മംഗളൂരു. കാസർഗോഡ് വൻ രാസലഹരി വേട്ട. കുമ്പളയിൽ നിരവധി കേസുകളിലെ പ്രതി MDMA-യുമായി പിടിയിലായി. കാഞ്ഞങ്ങാട് ഓട്ടോയിൽ കടത്തുകയായിരുന്ന നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങളുമായി ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. ലഹരി കേസുകൾ ഉൾപ്പെട്ട പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ജലീലാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്. ഇയാൾ സ്ത്രീയെ ആക്രമിച്ച കേസിലും അടിപിടി കേസിലും ഉൾപ്പെടെ പ്രതിയാണ്. കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി മാഫിയ സംഘങ്ങൾ പിടിയിലായത്.
നിരവധി കേസുകളിൽ പ്രതിയായ ആൾ MDMA-യുമായി കുമ്പള പോലീസിന്റെ പിടിയിലായി. ഉപ്പള മണിമുണ്ട സ്വദേശി മുഹമ്മദ് അർഷാദാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് 3.530 ഗ്രാം MDMA കണ്ടെത്തി. മഞ്ചേശ്വരം, ഹോസ്ദുർ പോലീസ് സ്റ്റേഷനുകളിൽ 5ഓളം ലഹരി അടിപിടി കേസുകളിലും കർണാടകയിലെ കേസുകളിലും പ്രതിയാണ് പിടിയിലായ അർഷാദ്. കാഞ്ഞങ്ങാട് ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 5337 പാക്കറ്റ് നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടിയിൽ. ചെട്ടുമൂടി സ്വദേശി A. മുഹമ്മദ് നസീറിനെയാണ് ഹോസ്ദുർ പോലീസ് പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് മാവുങ്കാൽ രാംനഗറിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. അതിമാരകമായ മയക്കുമരുന്ന് പാൻപരാഗ അടങ്ങിയ വസ്തുക്കൾ പിടിച്ചിട്ടുണ്ട്. അത് മാവുങ്കാൽ സ്കൂളിൻ്റെ പരിസരത്ത് വെച്ചായിരുന്നു പിടിച്ചത്. ഏകദേശം 6000 പാക്കറ്റോളം സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത്. അത് നമ്മൾ പോലീസ് വളരെ ജാഗ്രതയോടെ അന്വേഷിച്ച് നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കുന്നതായിട്ട്. സ്ത്രീയെ ആക്രമിച്ച കേസിലും അടിപിടി കേസിലും പ്രതിയായ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചയാൾ കുമ്പള പോലീസിന്റെ പിടിയിൽ. കുമ്പള ബന്ദിയോട് സ്വദേശി ജലീലാണ് പിടിയിലായത്. ഇയാൾ ലഹരി കേസുൾപ്പെടെ മറ്റു കേസുകളിലും നിലവിൽ പ്രതിയാണ്. ബന്ദിയോട് വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ അതിസമർത്ഥമായാണ് പിടികൂടിയത്. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി കുമളിയിൽ കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമാണ്. അതിനിടെയാണ് കുമളി അണക്കരയിൽ റോഡരികിൽ കഞ്ചാവ് ചെടികൾ വളർത്തിയതായി കണ്ടെത്തിയത്. അണക്കര ടൗണിന് സമീപം 7-ാം മൈലിലാണ് ചെടികൾ നിന്നിരുന്നത്. സംഭവത്തിൽ വണ്ടൻമേട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കുമളി അണക്കര 7-ാം മൈലിൽ റോഡരികിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തോട് ചേർന്നാണ് കഞ്ചാവ് ചെടികൾ നിൽക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. 2 മാസത്തോളം പ്രായമുള്ള 2 കഞ്ചാവ് ചെടികളാണ് റോഡരികിൽ ഉണ്ടായിരുന്നത്. ചെടികൾ ലാബിലയച്ച് പരിശോധന നടത്തും. ചെടികൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മേഖല കേന്ദ്രീകരിച്ച് കഞ്ചാവടക്കമുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമാകുന്നത് സംബന്ധിച്ച് പോലീസിന് ഒട്ടേറെ പരാതികൾ ലഭിച്ചിരുന്നു. ഇതു സംബന്ധിച്ച് അന്വേഷണം നടന്നുവരികയാണ്. ഇതിനിടെയാണ് റോഡിനോട് ചേർന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ന്യൂസ് 18 ഇടുക്കി. ചില മനുഷ്യരുണ്ട്, അവർക്ക് ലോകത്തെല്ലാവരെയും സംശയമായിരിക്കും. സ്വന്തം സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, ഭാര്യയെ, അങ്ങനെ എല്ലാവരെയും സംശയത്തിൻ്റെ കണ്ണോടുകൂടി മാത്രമായിരിക്കും നോക്കുക. ഇങ്ങനെയുള്ള ആളുകൾ മറ്റുള്ളവരോട് മനസ്സിൽ തോന്നുന്നതെല്ലാം പറഞ്ഞു നടക്കും. സുഹൃത്തുക്കൾക്കിടയിലും സ്വന്തം കുടുംബത്തിലും ഭിന്നത സൃഷ്ടിക്കും. അവർ പറയുന്നത് ആദ്യമൊക്കെ ചിലപ്പോൾ ചിലർ വിശ്വസിച്ചേക്കാം. എന്നാൽ കുറച്ച് കഴിയുമ്പോഴാകും ഇങ്ങനെ വിഷം വിതയ്ക്കുന്നവരെ സമൂഹം തിരിച്ചറിയുക. എല്ലാവരെയും സംശയത്തോടെ കാണുന്നവരുടെ മനസ്സ് ദുഷ്ടത നിറഞ്ഞതാണ്. ഈ മാനസികാവസ്ഥയ്ക്ക് ചികിത്സ തന്നെയാണ് വേണ്ടത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.